അപ്പൊ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, താനൂർ ഒരു കാലത്ത് ലീഗിന്റെ കോട്ട എന്ന് പറഞ്ഞാൽ കൊടുങ്കോട്ട. അതിനിടയ്ക്കാണ് കഴിഞ്ഞ തവണ വി അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ആൾ ഇങ്ങോട്ടേക്ക് വരുന്നു. പി കെ ഫിറോസ് അട്ടിമറി ജയം, വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, പക്ഷേ അട്ടിമറി ജയം സംഭവിക്കുന്നുണ്ട്. ഇക്കുറി പി കെ നവാസിനെ ഇറക്കി കഴിഞ്ഞ തവണ താനൂരിലുണ്ടായ ആ ദുരവസ്ഥ, ആ കയ്പനുഭവം മറികടക്കാൻ മുസ്ലിം ലീഗും യു ഡി എഫും ആഞ്ഞ് കട്ടയ്ക്ക് പണിയെടുക്കുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. അതേസമയം സമീർ എന്നുള്ളതാണ് ഇവിടുത്തെ LDF സ്ഥാനാർത്ഥിയുടെ പേര്. അദ്ദേഹവും ഈ പറയുന്ന കഴിഞ്ഞ വി അബ്ദുറഹ്മാന്റെ ലെഗസി തുടരാൻ കഴിയുമെന്ന് പ്രതീക്ഷ LDF വെച്ച് പുലർത്തുന്നുണ്ട്. നമ്മൾ നിൽക്കുന്നത് താനൂരിൽ നല്ല വെയിലാണ്. അകത്തോട്ട് കയറാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കല്യാണ മണ്ഡപത്തിൽ ഗംഭീര കല്യാണം. അപ്പോൾ അങ്ങോട്ട് ഓടി കയറി. അപ്പോൾ ഇവിടെ കുറെ ആൾക്കാരുണ്ട്, നമുക്ക് അവരോട് കാര്യവും ചോദിക്കാം, പറ്റുകയാണെന്നുണ്ട് ഇതിന്റെ ഭക്ഷണം കഴിക്കാമെന്നുള്ള പ്ലാനിൽ കയറിയതാണ്. ഹലോ, എന്തുണ്ട്, സുഖമാണോ? പേരെന്തുവാ? സയ്യിദ് ഹിദാഷ്. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം ബിരിയാണിയാണ്. എന്തോ സംഭവം? എന്ത് ബിരിയാണി? വയറ് നിറച്ച് കഴിച്ചോ? വയറ് നിറഞ്ഞോ? ഇല്ലേ, വയറ് നിറഞ്ഞോ? ഓക്കെ. എന്തുണ്ട്, നമസ്കാരം. ഒരു ഇലക്ഷന്റെ അവസ്ഥ എന്താ? ഒരു ഇലക്ഷന്റെ അവസ്ഥ എങ്ങനെ? ഇലക്ഷൻ 100% നമ്മുടെ UDF വിജയം. 100%. പക്ഷെ കഴിഞ്ഞ തവണ കൈവിട്ട് പോയതാ. ഒന്നും വിഷയമില്ല. അങ്ങനത്തെ സ്ഥാനാർത്ഥി നമുക്ക് നവാസ് വന്നായിരുന്നു ഇങ്ങോട്ട്. എന്തുണ്ട് ഇലക്ഷന്റെ അവസ്ഥ എന്താ? 100% LDF വിജയിക്കും. രണ്ട് പാർട്ടിയാണ്. പിന്നെ അല്ല. അപ്പൊ നമ്മുടെ ഒരു കല്യാണ മണ്ഡപമാണ് എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് ഓൾമോസ്റ്റ് കല്യാണം കഴിയുന്ന സമയമാണ്. നമ്മൾ കുറച്ച് നേരത്തെ വന്നായിരുന്നു, പക്ഷേ ഇങ്ങോട്ടേക്ക് വരാൻ വൈകൊണ്ടാണ്. എന്തുണ്ട്, നമസ്കാരം. എന്താ ഇലക്ഷൻ അവസ്ഥ എന്താ? അടിപൊളി മത്സരമല്ല ഇവിടെ. പി കെ ഫിറോസ്, നവാസ്, അത് വെറുതെ പറയുന്നത്. എന്തുണ്ട്, പേരെങ്ങനെ? നിയാസ്. ഭക്ഷണം കഴിച്ചു? നമുക്ക് ഒരുമിച്ച് ജയിക്കാം. എന്താ ഇലക്ഷന്റെ അവസ്ഥ എന്താ? UDF ജയിക്കും. പി കെ നവാസ് നല്ല ഭൂരിപക്ഷം ജയിക്കും. സാധ്യതയില്ല. 100% UDF ജയിക്കും. നഷ്ടപ്പെട്ട 10 വർഷങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നവാസ്. എന്നാലും കഴിഞ്ഞ തവണ ഒരു ആഘാതമായിരുന്നു. ചെറിയ വോട്ടിനല്ലേ പരാജയപ്പെട്ടത്. എന്നാ തോറ്റു. ഞാൻ തോറ്റ് പിന്നെ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ വർഷം ജയിക്കും. ഉറപ്പാണ്. അപ്പൊ അങ്ങനെ. ഹലോ, എന്തുണ്ട്, പേരെന്തുവാ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? സയ്യിദ് റാസി. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ബിരിയാണി കഴിച്ചോ? വയറ് നിറഞ്ഞോ? വയറ് നിറച്ച് കഴിച്ചോ? ഓക്കെ, ഗംഭീരം. അപ്പോൾ അവിടെ എന്താണ് ഇവിടെ സ്റ്റേജിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ സ്റ്റേജിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിരിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. എന്തുണ്ട്, വോട്ടുണ്ടല്ലോ? വോട്ട് ചെയ്യുന്നുണ്ട്. കണ്ടാ പ്രായം തോന്നാത്ത പ്രായം ഉണ്ടെന്നാ പറയുന്നില്ലേ? കന്നി വോട്ടാണോ? അല്ല. അപ്പൊ കാണുന്ന പോലല്ല. ആർക്കാ വോട്ട് ചെയ്യുന്നത്? ആണല്ലേ? ഓക്കെ. അപ്പോ ഇല്ല, നമ്മൾ പോവാം. അപ്പോൾ അങ്ങനെ താനൂർ മണ്ഡലത്തിൽ ഒരു കല്യാണ മണ്ഡലത്തിൽ നമ്മൾ നിൽക്കുകയാണ്. നമ്മൾ താനൂരിലെ ഇവിടെ മാത്രമല്ല പല സ്ഥലങ്ങളും നമ്മൾ ചോദിക്കുന്നുണ്ട്. സാലി, എന്തുണ്ട് ഇലക്ഷന്റെ അവസ്ഥ എന്താ? നല്ല ഉഷാറാണ്. നല്ല ആൾക്കാർ ജയിക്കും. ആർക്കാ വോട്ട് ചെയ്യുന്നത്? അത് പറയില്ലെന്നാ പറഞ്ഞത്. അപ്പൊ പല ആൾക്കാരും വോട്ട് ചെയ്യുന്ന ആർക്കാണെന്ന് പറഞ്ഞു. അതിനിടയ്ക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.